വാഷിംഗ്ടൺ ഡിസിയിലെ പ്രതിരോധ സമിതി ഇന്ന് സാക്ഷ്യം വഹിച്ചത് അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സംഘർഷഭരിതമായ നിമിഷങ്ങൾക്കായിരുന്നു. ഇറാനുമായി നേരിട്ടുള്ള യുദ്ധം 2ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ തന്ത്രപരമായ വീഴ്ചകളെക്കുറിച്ച്, ഭീമമായ ചിലവിനെക്കുറിച്ചും ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഇന്ന് പൊട്ടിത്തെറിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നവരാണ് US സൈന്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കള് എന്ന് ആരോപിച്ച ഹെഗ്സെത്ത് 2027 പ്രതിരോധ ബജറ്റായി $1.45 ട്രില്യൺ എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ തുക സഭയ്ക്ക് മുന്നിൽ വെച്ചു. യുദ്ധവും സൈനിക നേതൃത്വത്തിലെ അഴിച്ചുപണിയും ചർച്ചയായ ഈ ഹിയറിംഗിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കണ്ണോടിക്കുന്നത്. ഇറാൻ യുദ്ധത്തിന്റെ തന്ത്രപരമായ ദിശയെക്കുറിച്ച് ഹൗസ് ആൻഡ് സർവീസസ് കമ്മിറ്റി ഉന്നയിച്ച ഓരോ ചോദ്യവും പീറ്റ് ഹെഗ്സെത്തിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. യുദ്ധം 6ാം ആഴ്ച പിന്നിടുമ്പോൾ ഏകദേശം $25 ബില്യൺ ഇതിനകം തന്നെ ചെലവായതായി പെന്റഗൺ കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ഭീമമായ തുക ജനങ്ങളുടെ നികുതി പണമാണ് എന്നും യുദ്ധത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണ് എന്നും ഡെമോക്രാറ്റുകൾ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഹെഗ്സെത്തിന്റെ മറുപടി അങ്ങേയറ്റം മൂർച്ചയുള്ളതായിരുന്നു. അമേരിക്കൻ സൈനിക നീക്കങ്ങളെ ദുർബലപ്പെടുത്തുന്ന പ്രസ്താവനകൾ നടത്തുന്ന ചില ജനപ്രതിനിധികളെ അദ്ദേഹം പരാജയവാദികളെന്ന് വിശേഷിപ്പിച്ചു. സ്വന്തം രാജ്യത്തെ സൈന്യത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ശത്രു രാജ്യങ്ങളല്ല, മറിച്ച് ഇവിടെ ഇരിക്കുന്ന ചില രാഷ്ട്രീയക്കാരാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഹാളിൽ വലിയ ബഹളത്തിന് കാരണമായി. ഹിയറിംഗിലെ മറ്റൊരു പ്രധാന വിഷയം സൈനിക നേതൃത്വത്തിൽ ഹെഗ്സെത്ത് നടത്തിയ അപ്രതീക്ഷിത ശുദ്ധീകരണമായിരുന്നു. ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ റാൻഡി ജോർജിനെ പോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ പുറത്താക്കിയത് എന്തിനാണ് എന്ന ചോദ്യത്തിന് സൈന്യത്തിന് വേണ്ടത് പഴയ രീതിയിലുള്ള ബ്യൂറോക്രാറ്റുകളെയല്ല, മറിച്ച് വിജയം പിടിച്ചെടുക്കാൻ ശേഷിയുള്ള പോരാളികളെയാണ് എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. സൈന്യത്തിനകത്ത് നിൽക്കുന്ന അനാവശ്യ കീഴ്വഴക്കങ്ങൾ തകർക്കുമെന്നും ട്രംപ് ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാടുകൾക്കൊപ്പം നിൽക്കാൻ കഴിയാത്തവർക്ക് സൈന്യത്തിൽ സ്ഥാനമുണ്ടാകില്ല എന്നും അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചു. ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും അദ്ദേഹത്തിന് പിന്തുണയുമായി ഇന്നുണ്ടായിരുന്നു. ബജറ്റ് അവതരണമായിരുന്നു ഹിയറിംഗിന്റെ ഔദ്യോഗിക ലക്ഷ്യമെങ്കിലും അതൊരു രാഷ്ട്രീയ വിചാരണയായി മാറുകയായിരുന്നു. $1.45 ട്രില്യൺ 2027 പ്രതിരോധ ബജറ്റ് ആവശ്യപ്പെട്ട ഹെഗ്സെത്ത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ തകർക്കപ്പെട്ടതായി വെളിപ്പെടുത്തി. എന്നാൽ ആണവ ഭീഷണി അവസാനിച്ചുവെങ്കിൽ പിന്നെ എന്തിനാണ് യുദ്ധം തുടരുന്നത് എന്ന റാങ്കിംഗ് മെമ്പർ ആദം സ്മിത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുക എന്നത് അതുവരെ പിന്മാറില്ല എന്ന നിലപാടാണ് സെക്രട്ടറി സ്വീകരിച്ചത്. ഇസ്രായേലുമായി ചേർന്ന് നടത്തുന്ന ഈ യുദ്ധം ലോകത്തിന് നൽകുന്ന ഒരു സമ്മാനമാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രയോഗം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. യുദ്ധം മൂലം അമേരിക്കയുടെ ആയുധശേഖരം കുറയുന്നതിനെ കുറിച്ചും നേറ്റോ സഖ്യങ്ങളുടെ ആശങ്കകളെക്കുറിച്ചും ഉയർന്ന ചോദ്യങ്ങൾ ഹെഗ്സെത്ത് തള്ളിക്കളഞ്ഞു. അമേരിക്കയുടെ കരുത്ത് പ്രകടിപ്പിക്കാനുള്ള സമയമാണ് ഇത് എന്നും അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും ചെയ്യുന്നവർ രാജ്യത്തെ ചതിക്കുകയാണ് എന്നും അദ്ദേഹം ആവർത്തിച്ചു. മണിക്കൂറുകൾ നീണ്ട ഈ ഹിയറിംഗ് അവസാനിക്കുമ്പോൾ വാഷിംഗ്ടണിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ വഷളായിരിക്കുകയാണ്. യുദ്ധം നീണ്ടുപോകുന്നതിനിടയിൽ പ്രതിരോധ സെക്രട്ടറിയും ജനപ്രതിനിധി സഭയും തമ്മിലുള്ള തുറന്ന പോരാട്ടം വൈറ്റ് ഹൌസിന് വരും ദിവസങ്ങളിൽ വലിയ വെല്ലുവിളിയാകുമെന്നത് ഉറപ്പാണ്. ക്യാപിറ്റോൾ ഹില്ലിലെ ഈ നാടകീയ രംഗങ്ങൾ വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന മാസങ്ങളിൽ ഇറാൻ സംഘർഷം കൂടുതൽ സങ്കീർണമാകും എന്നതിലേക്കാണ്. പീറ്റ് ഹെഗ്സെത്തിന്റെ കർക്കശമായ സമീപനവും സൈന്യത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങളും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ അലയൊലകൾ സൃഷ്ടിക്കുകയാണ്. പ്രതിരോധ ബജറ്റ് പാസ്സാകുന്നതിനെ ചൊല്ലിയുള്ള തർക്കം വരും ദിവസങ്ങളിൽ തെരുവുകളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും പടരുമോ എന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കടുത്ത പ്രതിരോധത്തിലാക്കി ഭരണകൂടത്തിനുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധമുയരുന്നു. ശത്രു രാജ്യത്തിന്റെ ആണവ ശേഖരം പൂർണ്ണമായും നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോൾ പിന്നെ എന്തിനാണ് യുദ്ധം എന്നാണ് ചോദ്യം വരുന്നത്. അതാണ് ഇപ്പോൾ വാഷിംഗ്ടണിനുള്ളിൽ മുഴങ്ങിക്കേൾക്കുന്നത്. സ്വന്തം പാളയത്തിൽ നിന്ന് ഉയരുന്ന ഈ ചോദ്യം ട്രംപിന്റെ വിദേശ നയത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ആണവ കേന്ദ്രങ്ങളും തകർത്തു കഴിഞ്ഞു. ഇനി എന്തിനാണ് നമ്മുടെ സൈനികർ അവിടെ തുടരുന്നത്? അമേരിക്കൻ സെനറ്റിലും പ്രതിരോധ മന്ത്രാലയത്തിലും ഇപ്പോൾ തന്നെ ഉയരുന്ന ഈ ചോദ്യം വലിയൊരു വെല്ലുവിളിയാണ്. യുദ്ധം ജയിച്ചു എന്ന് പ്രഖ്യാപിച്ച ട്രംപിന് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. ആണവ ഭീഷണി ഒഴിഞ്ഞിട്ടും സൈനിക നടപടി തുടരുന്നത് അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തെ തളർത്തുമെന്ന വാദമാണ് ട്രംപിന്റെ വിമർശകർ ഉയർത്തുന്നത്. പെന്റഗണിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും ട്രംപിന്റെ ഈ നീക്കത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിഭവങ്ങൾ അനാവശ്യമായി പാഴാക്കുന്നു എന്ന ആക്ഷേപം റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലും ഭിന്നതയുണ്ടാക്കുന്നു. ആണവ നശീകരണം കഴിഞ്ഞിട്ടും യുദ്ധം തുടരുന്നതിന് പിന്നിൽ മറ്റ് തന്ത്രപരമായ ലക്ഷ്യങ്ങളുണ്ടോ, താല്പര്യങ്ങളുണ്ടോ എന്നാണ് ശത്രുപക്ഷം ചോദിക്കുന്നത്. ശത്രു രാജ്യത്തിന്റെ സമ്പൂർണ്ണ കീഴടങ്ങലോ അതോ ഭരണമാറ്റമോ ആണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്ന സൂചനകൾ വൈറ്റ് ഹൌസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു. എന്നാൽ ഇത് അമേരിക്കയെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് ലോകം.
ജനപ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതെ ട്രംപിന്റെ വക്താക്കൾ കുഴങ്ങുകയാണ്. മിഷൻ കംപ്ലീറ്റ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇനിയും സൈനിക നീക്കം തുടരുന്നത് യുദ്ധക്കൊതിയാണ് എന്ന ആരോപണം ഡെമോക്രാറ്റുകൾ ശക്തമാക്കി കഴിഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് ട്രംപിന് വലിയ തിരിച്ചടിയാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുമുണ്ട്. ആണവായുധ നശീകരണം എന്ന ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടും പിൻവാങ്ങാൻ കഴിയാത്ത ട്രംപിന്റെ നീക്കം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. ഒന്നുകിൽ അമേരിക്കയ്ക്ക് ഇറാന്റെ ആണവ ശേഖരത്തെ തൊടാനായില്ല എന്ന് തുറന്ന് സമ്മതിക്കുക തന്നെ വേണം. അതല്ല എങ്കിൽ മറ്റെന്താണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തോട് തുറന്നു പറയണം. ഇത് രണ്ടുമല്ലാതെ ട്രംപിന് ഇനി ഒരു മടക്കം സാധ്യമല്ല. ഈ പടയൊരുക്കം ട്രംപിനെ പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുമോ അതോ അദ്ദേഹം സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നാണ് വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്നത്. പക്ഷേ ഒന്നുറപ്പാണ്, ട്രംപ് അല്ലയാള്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഇന്ന് പറയുന്നത് നാളെ അറിഞ്ഞേയില്ലെന്ന ഭാവം നടിക്കാനും ട്രംപിന് യാതൊരു മടിയുമില്ല. ലോക പോലീസ് എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ പേടിച്ച് അരണ്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് ട്രംപ്. ഇനി എന്ത്, എങ്ങനെ എന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് സ്വന്തം രാജ്യത്തിനുള്ളിൽ നിന്ന് പോലും ട്രംപിനെതിരെ വാക്കുകളും നോക്കുകളും ഒളിയമ്പുകളും ഒക്കെ മാറി നേരിട്ടുള്ള ചോദ്യശരങ്ങളിലേക്ക് അവ മാറുന്നത്. ട്രംപിന്റെ കാലം വല്ലാത്ത കാലം തന്നെ.